പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 6 ശനി. പ്രധാന വാർത്തകൾ. സൗദി അറേബ്യയിൽ ട്രാഫിക് പിഴകൾക്ക് വലിയ തോതിൽ ഇളവ് പ്രഖ്യാപിച്ചു. ഈ വർഷം ഏപ്രിൽ 18 വരെയുള്ള പിഴകൾക്ക് 50%വും അതിനുശേഷം രേഖപ്പെടുത്തുന്ന പിഴകൾക്ക് 25%വുമാണ് ഇളവ് അനുവദിക്കുക. സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെയും ഉത്തരവ് പ്രകാരം ആഭ്യന്തര മന്ത്രാലയമാണ് ഇളവുകൾ പ്രഖ്യാപിച്ചത്. ധനകാര്യ മന്ത്രാലയവും സൗദി ഡേറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയുടെയും സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. നിലവിലെ പിഴകളെല്ലാം 6 മാസത്തിനുള്ളിൽ അടച്ചു തീർക്കണം. ഓരോ പിഴകളും വെവ്വേറെയായോ അല്ലെങ്കിൽ ഒന്നിച്ചോ അടയ്ക്കാം. ഷാർജയിൽ താമസ സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു, 44 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചവരുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. വ്യാഴാഴ്ച രാത്രിയാണ് താമസ സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായത്. സാരമായി പരിക്കേറ്റ 17 പേർ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. 27 പേർക്ക് നിസാര പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കുവൈത്ത് സിറ്റി പൊതുമാപ്പ് കാലയളവിൽ നാട്ടിൽ പോകുന്നവർക്കും താമസരേഖകൾ പുതുക്കുന്നവർക്കും വിവിധ സേവനങ്ങൾക്കുള്ള നിരക്ക് ഇന്ത്യൻ എംബസി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ പാസ്പോർട്ടും മറ്റ് രേഖകളും ഇല്ലാത്തവർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വൈറ്റ് പാസ്പോർട്ട് ഇന്ത്യൻ എംബസി അനുവദിക്കും. ഇതിനായി 5 ദിനാർ ആണ് സേവന നിരക്ക് ഈടാക്കുക. BLS സേവനങ്ങൾക്കായി 1 ദിനാറും ഈടാക്കും. BLS കേന്ദ്രങ്ങളിൽ ലഭ്യമായ ഫോം ഫില്ലിംഗ്, ഫോട്ടോഗ്രാഫ്, ഫോട്ടോകോപ്പി, വെബ് പ്രിന്റിംഗ് എന്നിവയ്ക്കും നിശ്ചിത നിരക്ക് എംബസി പ്രഖ്യാപിച്ചു. നിശ്ചിത തുക അല്ലാതെ മറ്റു തുകകൾ ആവശ്യമില്ലെന്നും ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. ടൂറിസം മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പദ്ധതിയിട്ട് അബുദാബി. അബുദാബി ടൂറിസം സ്ട്രാറ്റജി എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുക. അടുത്ത 6 വർഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. പ്രത്യക്ഷവും പരോക്ഷവുമായി 1,78,000 തൊഴിലവസരങ്ങളാണ് ഒരുക്കുക. ഇതാണ് അബുദാബി ടൂറിസം സ്ട്രാറ്റജി 2030. അബുദാബി കിരീടാവകാശിയും അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് അബുദാബി ടൂറിസം നയം 2030 പ്രഖ്യാപിച്ചത്. കടലാരണ്യത്തിൽ കഷ്ടപ്പാടുകളും ദുരിതവും പേറുന്ന പ്രവാസികൾക്ക് കാരുണ്യത്തിന്റെ സ്നേഹസ്പർശവുമായി ABC കാർഗോ. ഈ വിശുദ്ധ റംസാനിലെ ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും ദുബൈയിലെയും ഷാർജയിലെയും ഒട്ടുമിക്ക ലേബർ ക്യാമ്പുകളിലും 10,000കണക്കിന് ഇഫ്താർ പൊതികളുമായിട്ടാണ് ABC മാനേജന്റും ജീവനക്കാരും എത്തിച്ചേരുന്നത്. ഏതാനും വർഷങ്ങളായി ABC ആരംഭിച്ച ഈ ജീവകാരുണ്യ പ്രവർത്തനം ഇത്തവണ പൂർവാധികം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ UAEയിൽ മാത്രമല്ല സൗദിയിലും നാട്ടിൽ പല മേഖലകളിലുമായി ഇതുപോലുള്ള സംരംഭങ്ങൾ നടത്തിവരുന്നുണ്ട്. ഗാർഹിക തൊഴിൽ നിയമത്തിൽ സൗദി മാനവവിഭവശേഷി മന്ത്രാലയം പുതിയ പരിഷ്കരണം നടപ്പിൽ വരുത്തുന്നു. പുതിയ പരിഷ്കരണ പ്രകാരം ഒരു തൊഴിലാളി ജോലിയിൽ നിന്ന് വിട്ടുനിന്നാൽ ഫൈനൽ എക്സിറ്റോ സ്പോൺസർഷിപ്പ് മാറ്റമോ അനുവദിക്കുന്നുണ്ട്. തൊഴിലാളി സൗദിയിലെത്തി 2 വർഷത്തിനുള്ളിൽ ആണ് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെങ്കിൽ സ്പോൺസർ തൊഴിൽ കരാർ അവസാനിപ്പിക്കുന്നതോടെ തൊഴിലാളി ഫൈനൽ എക്സിറ്റിൽ സൗദി വിടണം. 60 ദിവസത്തിനുള്ളിൽ സൗദി വിട്ടില്ലെങ്കിൽ തൊഴിലാളി ഇഖാമ തൊഴിൽ നിയമലംഘകൻ ആയി പരിഗണിക്കപ്പെടും. ഇതോടുകൂടി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.